ഒട്ടുമിക്ക ബിഗിനേഴ്സും ഇൻട്രാഡേ ട്രേഡിങ്ങിന് പ്രോഫിറ്റബിൾ ആക്കാത്തതിന് മെയിൻ റീസൺ കൃത്യമായിട്ടുള്ള ഒരു ട്രേഡിംഗ് സ്ട്രാറ്റജി ഇല്ലാത്തത് കൊണ്ടാണ്. എന്നാൽ നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലോട്ട് നോക്കാനായിട്ട് പോകുന്നത് ഒരു അടിപൊളി ഇൻട്രാഡേ സ്ട്രാറ്റജിയെ പറ്റിയിട്ടാണ്. എന്റെ പേര് സൂര്യൻ, ഫൗണ്ടർ ഓഫ് സതേൺ സ്റ്റോക്ക് അക്കാഡമി. അപ്പോൾ നമുക്ക് ഈ ഇൻട്രാഡേ സ്ട്രാറ്റജിയെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കാം. അതായത് NR7 അഥവാ നാരോ റേഞ്ച് ബ്രേക്ക്ഔട്ട് സ്ട്രാറ്റജി. അപ്പൊ എന്താണ് ഈ ഒരു നാരോ റേഞ്ച് ബ്രേക്ക്ഔട്ട് സ്ട്രാറ്റജി കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് നോക്കാം. അതായത് കഴിഞ്ഞ ഒരു 7 ദിവസത്തെ ക്യാൻഡിൽസ് എടുത്ത് നോക്കുമ്പോൾ അതിന്റെ പ്രൈസ് റേഞ്ച് ചുരുങ്ങി ഒരു നാരോ റേഞ്ചിലേക്ക് എത്തുമ്പോൾ അവിടെ നിന്നും ഒരു ബ്രേക്ക്ഔട്ട് സംഭവിക്കുന്നു. ഇതാണ് ഈ ഒരു ഇൻട്രാഡേ സ്ട്രാറ്റജിക്ക് പിന്നിലുള്ള ലോജിക് എന്ന് പറയുന്നത്. അതായത് കഴിഞ്ഞ 7 ദിവസത്തെ ക്യാൻഡിൽസ് നമ്മൾ ഇവിടെ നോക്കുന്നുണ്ട്, അത് ചുരുങ്ങി ഒരു നാരോ റേഞ്ചിലേക്ക് വരുന്നു. ആ ഒരു റേഞ്ചിൽ നിന്നും, ആ ഒരു പ്രൈസ് റേഞ്ചിൽ നിന്നും അപ്സൈഡിലേക്കോ അല്ലെങ്കിൽ ഡൗൺ സൈഡിലേക്കോ ഒരു ബ്രേക്ക്ഔട്ടോ അല്ലെങ്കിൽ ബ്രേക്ക് ഡൗണോ നടക്കുന്നവരെയാണ് നമ്മൾ ഈ ഒരു നാരോ റേഞ്ച് ബ്രേക്ക്ഔട്ട് എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു സ്ട്രാറ്റജിയെ പറ്റിയിട്ടാണ് നമ്മൾ ഇന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോകുന്നത്. എങ്ങനെയാണ് ആ ഒരു സ്റ്റോക്ക് നമ്മൾ സ്ക്രീൻ ചെയ്തെടുക്കുന്നത്, ഏത് ടൈപ്പ് ഓഫ് സ്റ്റോക്സ് നമുക്ക് സെലക്ട് ചെയ്യാം, അത് നേരെ നമ്മൾ ചാർട്ട് അനാലിസിസിലേക്ക് പോകുന്നു. ടെക്നിക്കൽ അനാലിസിസ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ അതിലേക്ക് എൻട്രി എടുക്കുന്നതും എക്സിറ്റ് ആവുന്നതും മറ്റു കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു സ്ട്രാറ്റജി വർക്ക്ഔട്ട് ആവുന്നതെന്ന് നമുക്ക് നേരെ നമ്മുടെ സ്ക്രീനിൽ പോയി നോക്കാം. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് NR7 സ്ട്രാറ്റജിക്ക് വേണ്ടിയിട്ട് സ്റ്റോക്ക് സെലക്ട് ചെയ്യേണ്ടതെന്ന് നോക്കാം. അതിനായി നമ്മൾ ആദ്യം ഒരു വെബ് ബ്രൗസർ ഓപ്പൺ ചെയ്യുക. അതിൽ chartin.com എന്ന വെബ്സൈറ്റ് ഒന്ന് സെർച്ച് ചെയ്യുക. chartin.com വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ഏറെക്കുറെ ഈ ഒരു രൂപത്തിലായിരിക്കും നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ജസ്റ്റ് അതിൽ നമ്മൾ ഈ ഒരു സ്ക്രീനേഴ്സ് എന്ന ഓപ്ഷനിലേക്ക് പോവുക. സ്ക്രീനേഴ്സ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ ഒരുപാട് ഫണ്ടമെന്റൽ സ്കാൻ, ടോപ്പ് ലൗവഡ്, കാനൽ സ്റ്റിക് പാറ്റേൺ സ്കാൻ, അതുപോലെ തന്നെ താഴേക്ക് പോകുമ്പോൾ റേഞ്ച് ബ്രേക്ക്ഔട്ട് സ്കാൻ, ബുള്ളിഷ് സ്കാൻ, ബെയറിഷ് സ്കാൻ, അപ്പോൾ ഇതുപോലുള്ള ഒരുപാട്, ഇപ്പോൾ ഇൻട്രാഡേക്കാണ് നമ്മൾ സ്റ്റോക്ക് സെലക്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്ത് ഒരുപാട് ഇൻട്രാഡേ സ്കാൻസും അവൈലബിൾ ആണ്. അങ്ങനെ ഒരുപാട് സ്ക്രീനേഴ്സ് വരുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ഈ ഒരു ചാർട്ടിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരുപാട് നമുക്കിപ്പോൾ ഓരോ ആൾക്കാർ ഉണ്ടാക്കിയിട്ടിട്ടുള്ള സ്ട്രാറ്റജീസും അതുപോലെ തന്നെ സ്ക്രീനേഴ്സും എല്ലാം നമുക്ക് ഈ ഒരു സ്ക്രീനറിൽ അവൈലബിൾ ആണ്. charting.com എന്നാണ് സ്ക്രീനറുടെ പേര്. ജസ്റ്റ് നമ്മൾ സ്ക്രോൾ ഡൗൺ ചെയ്യുമ്പോൾ നമ്മളിവിടെ വന്നിട്ടുള്ളത് NR7 സ്ട്രാറ്റജിക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഇൻട്രാഡേ സ്ട്രാറ്റജിക്ക് വേണ്ടിയിട്ടുള്ള സ്റ്റോക്ക് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അത് നമ്മൾ ഈ ഒരു റേഞ്ച് ബ്രേക്ക്ഔട്ട് ഈ ഒരു പോയിന്റിൽ നോക്കുക. റേഞ്ച് ബ്രേക്ക്ഔട്ട് സ്കാൻ എന്ന ഈ ഒരു ഓപ്ഷനിൽ നമുക്ക് തൊട്ട് താഴെ തന്നെ ഈ ഒരു NR7 കറണ്ട് ഡേ എന്നൊരു ഓപ്ഷൻ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഒരു NR7 കറണ്ട് ഡേ സെലക്ട് ചെയ്യുക. അപ്പോൾ അങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ കാണാം ഒരുപാട് സ്റ്റോക്ക് ഇവിടെ വന്നിട്ടുണ്ട്. അതിനകത്ത് ഓൾട്ടാസ് വരുന്നുണ്ട്, കോറമൻഡൽ ഇന്റർനാഷണൽ ലിമിറ്റഡ് വരുന്നുണ്ട്, RBL ബാങ്ക് വരുന്നുണ്ട്, റാംകോ സിമെന്റ് വരുന്നുണ്ട്, ഇൻഡസ് ടവർ വരുന്നുണ്ട്. ഇതുപോലുള്ള ഒരുപാട് സ്റ്റോക്ക് ഇവിടെ വന്നിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് നോക്കാം. നേരെ ഇവിടെ വന്നിട്ടുണ്ട് സ്റ്റോക്ക് നമ്മൾ എന്ത് ചെയ്യണം, ടെക്നിക്കൽ അനാലിസിസിലേക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. എങ്കിൽ മാത്രമേ നമുക്ക് കൃത്യമായിട്ടുള്ള എൻട്രി പോയിന്റ്സും എക്സിറ്റ് പോയിന്റ്സും ഒക്കെ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് ഇവിടെ ഓൾട്ടാസ് ആണ് ആദ്യം. അപ്പോൾ ഞാൻ ഓൾട്ടാസ് നമ്മൾ അവിടെ അതിന് വേണ്ടിയിട്ട് നമ്മൾ എവിടെ പോകണം, ട്രേഡിംഗ് വ്യൂ എന്ന പ്ലാറ്റ്ഫോമിലേക്ക് പോകണം. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ ട്രേഡിംഗ് വ്യൂ പ്ലാറ്റ്ഫോമിലേക്ക് പോവുക. നമുക്ക് എന്താണ് വേണ്ടത്, ഇൻട്രാഡേ ആണ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ ഒരു കുറഞ്ഞ ടൈം ഫ്രെയിം ഉള്ള ചാർട്ടാണ് സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിവിടെ സെലക്ട് ചെയ്ത സ്റ്റോക്ക് ആയിരുന്നു ഓൾട്ടാസ്. ഓൾട്ടാസ് ജസ്റ്റ് ഞാനിവിടെ കൊടുക്കുവാണ്. ഓൾട്ടാസ് സെലക്ട് ചെയ്തു, ആ ഒരു സ്റ്റോക്ക് എടുക്കുവാണ്. അപ്പോൾ ഓൾട്ടാസിൻ്റെ ചാർട്ട് ഇവിടെ ഫോം ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു 1 ഡേ ക്യാൻഡിൽ എടുത്ത് നോക്കാം. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത് എന്തായിരുന്നു, ഓരോ ദിവസം കഴിയുന്തോറും, കഴിഞ്ഞ ഒരു 7 ഡേയ്സ് എടുത്തു കഴിഞ്ഞാൽ ഓരോ ദിവസം കഴിയുന്തോറും ട്രേഡിങ്ങിൻ്റെ റേഞ്ച് ചുരുങ്ങി വരുന്നതാണ് നമുക്ക് ഈ ഒരു NR7 സ്ട്രാറ്റജിയിൽ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു ഓൾട്ടാസ് എന്ന ഈ ഒരു സ്റ്റോക്ക് സെലക്ട് ചെയ്തതിന് ശേഷം ആ ഒരു സ്റ്റോക്കിൻ്റെ ആ ദിവസത്തെ ഡേ ഹൈയും അതുപോലെ തന്നെ ഡേ ലോയും എന്ത് ചെയ്യണം, മാർക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ഞാൻ ഡേ ഹൈയും ഡേ ലോയും മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഞാനൊരു കുറഞ്ഞ ടൈം ഫ്രെയിമിലേക്ക് പോവുകയാണ്, 3 മിനിറ്റ് ചാർട്ടിലേക്ക് പോവുകയാണ്. അപ്പം ഞാൻ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഡേ ഹൈയും ഡേ ലോ. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഇതാണ് ഡേ ലോ. 1063 ഓൾട്ടാസിൻ്റെ ഡേ ലോ വരുന്നത്. അതേസമയം ഡേ ഹൈ വരുന്നത് 1091.25 ആ ഒരു റേഞ്ചിലാണ് നമ്മുടെ ഓൾട്ടാസിൻ്റെ ഹൈ വരുന്നത്. 15 ആ ഒരു റേഞ്ചിലാണ് ഓൾട്ടാസിൻ്റെ ഹൈ വരുന്നത്. ഓക്കെ, ഇങ്ങനെ മാർക്ക് ചെയ്ത് വെച്ചതിന് ശേഷം നമുക്ക് നെക്സ്റ്റ് ഡേ എന്ത് ചെയ്യാൻ പറ്റും, മാർക്കറ്റ് ഓപ്പൺ ആവുന്ന നെക്സ്റ്റ് ഡേ ഈ ഒരു ഹൈയോ അല്ലെങ്കിൽ ലോ സൈഡിലേക്കോ ഒരു ബ്രേക്ക് ഔട്ടോ അല്ലെങ്കിൽ ബ്രേക്ക് ഡൗണോ നടക്കുന്ന ടൈമിൽ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും, ഒരു ട്രേഡ് എടുക്കാനായിട്ട് സാധിക്കും. ഒരു ബ്രേക്ക് ഔട്ടോ അല്ലെങ്കിൽ ഒരു ബ്രേക്ക് ഡൗണോ നടക്കുന്ന ടൈമിൽ നമുക്ക് അവിടെ ഒരു
ട്രേഡിൽ എൻട്രി എടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതുപോലെ നമുക്ക് ഒരു സ്റ്റോക്കും കൂടെ നമുക്കൊന്ന് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം. നെക്സ്റ്റ് നമ്മൾ നോക്കാനായിട്ട് പോകുന്ന കോറമണ്ടൽ ഇന്റർനാഷണൽ ലിമിറ്റഡ് ആണ്. കോറമണ്ടൽ ഇന്റർനാഷണൽ ലിമിറ്റഡ് ജസ്റ്റ് കോറമണ്ടൽ ഇന്റർനാഷണൽ ലിമിറ്റഡ് ജസ്റ്റ് ഞാൻ അതൊന്ന് സെലക്ട് ചെയ്യുവാണ്. അപ്പോൾ ഇതാണ് സ്റ്റോക്ക് വരുന്നത്. 1122 ഇപ്പോൾ സ്റ്റോക്ക് ക്ലോസ് ആയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഡേ ഹൈയും ഡേ ലോയും മാർക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഞാൻ നേരെ ഡേ ക്യാൻഡിലേക്ക് പോകുവാണ്. അതിനുശേഷം ഡേ ഹൈയും ഡേ ലോയും മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ ഒരു ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോവുകയാണ്. 3 മിനിറ്റ് ക്യാൻഡിലാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഡേ ഹൈ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്, ഡേ ലോയും ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് എവിടെ ട്രേഡ് എടുക്കാനായിട്ട് സാധിക്കും? നെക്സ്റ്റ് ഡേ നമ്മളിനി ഈ ഒരു ബ്രേക്ക് ഔട്ട് നടക്കുന്ന ടൈമിലോ അല്ലെങ്കിൽ ബ്രേക്ക് ഡൗൺ നടക്കുന്ന ടൈമിലോ എനിക്കൊരു ട്രേഡിൽ എൻട്രി എടുക്കാനായിട്ട് സാധിക്കും. ഇനി മേ ബി നമ്മൾ സെലക്ട് ചെയ്ത് വെക്കുന്നു, തലേ ദിവസം നമ്മൾ ഈ ഒരു NR7 സ്ട്രാറ്റജി യൂസ് ചെയ്തുകൊണ്ട് തന്നെ നമ്മൾ സ്റ്റോക്ക് സെലക്ട് ചെയ്ത് വെക്കുന്നു. അതേസമയം നെക്സ്റ്റ് ഡേ നമ്മൾ നോക്കുമ്പോൾ അത് ഗ്യാപ്പ് അപ്പോ അല്ലെങ്കിൽ ഗ്യാപ്പ് ഡൗണോ ആയിട്ടാണ്, അതായത് നമ്മുടെ റേഞ്ചിനും എബോ ആണ് ഒരു ഗ്യാപ്പ് അപ്പോ അല്ലെങ്കിൽ ഗ്യാപ്പ് ഡൗണോ ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ നമുക്കവിടെ ഒരു എൻട്രി പോസിബിൾ അല്ല. ഓക്കെ, അപ്പോൾ നമുക്ക് എപ്പോഴും എന്താണ് വേണ്ടത്? ഇതിനകത്ത് തന്നെ ഓപ്പൺ ആവണം. അതിനുശേഷം ബ്രേക്ക് ഔട്ട് നടക്കുന്ന ടൈമിലാണ് നമുക്ക് എൻട്രി എടുക്കേണ്ടതായിട്ടുള്ളത്. ഇപ്പോൾ ഈ ഒരു ബ്രേക്ക് ഔട്ടോ അല്ലെങ്കിൽ ബ്രേക്ക് ഡൗണിലോ നമുക്ക് 2 രീതിയിൽ എൻട്രി എടുക്കാനായിട്ട് സാധിക്കും. ഒന്നെങ്കിൽ നമുക്ക് ഈ ഒരു റെസിസ്റ്റൻസ് ലൈന് ക്രോസ് പോകുന്ന ടൈം തന്നെ നമുക്കിവിടെ എൻട്രി എടുക്കാനായിട്ട് സാധിക്കും. അല്ലാത്ത പക്ഷം നമുക്ക് ഈ ഒരു 3 മിനിറ്റ് ക്യാൻഡിലാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ആ ഒരു 3 മിനിറ്റ് ക്യാൻഡിൽ എബോ ക്ലോസ് ആയി കഴിഞ്ഞാൽ അവിടെ ഒരു എൻട്രി എടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഏത് ടൈപ്പ് ഓഫ് ട്രേഡറാണ് അത് നിങ്ങളും ആയിട്ട് ഡിപ്പെൻഡ് ആയിട്ടിരിക്കുന്ന ഒരു കാര്യമാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ക്രോസിംഗ് ടൈമിൽ തന്നെ എൻട്രി എടുക്കാൻ ആയിട്ട് സാധിക്കും. അതേസമയം നിങ്ങൾ യൂസ് ചെയ്യുന്ന ആ ഒരു ക്യാൻഡിലിൻ്റെ ടൈം ഫ്രെയിം ക്ലോസ് ആവുന്ന ടൈമിലും ഈ ഒരു റേഞ്ചിന് എബോ ക്ലോസ് ആയി കിട്ടിക്കഴിഞ്ഞാൽ നമുക്കവിടെ എൻട്രി എടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഒരു 2 രീതിയിൽ നമുക്ക് ഈ ഒരു സ്ട്രാറ്റജിയിൽ എൻട്രി എടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? screener.inൽ വരണം. അതിനുശേഷം നമ്മൾ ഈ ഒരു പറഞ്ഞ പോലെ സ്ക്രീനേഴ്സിൽ വരിക. സ്ക്രീനേഴ്സിൽ വന്നതിന് ശേഷം ജസ്റ്റ് സ്ക്രോൾ ഡൗൺ ചെയ്യുമ്പോൾ റേഞ്ച് ബ്രേക്ക് ഔട്ട് എന്ന ഒരു സെഷൻ കാണും. അതിനകത്ത് NR7 കറണ്ട് ഡേ സെലക്ട് ചെയ്യണം. സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് സ്റ്റോക്സ് ഇതിനകത്ത് വരും. അത് നമുക്ക് എല്ലാ സ്റ്റോക്സിനെയും നേരെ എന്ത് ചെയ്യണം? ട്രേഡിംഗ് പ്ലാറ്റ്ഫോമിലേക്ക് പോകണം. അവിടെ പോയിട്ട് ഹൈയും ലോയും മാർക്ക് ചെയ്ത് വെച്ചേക്കണം. അപ്പോൾ മിനിമം നമുക്കൊരു 5 സ്റ്റോക്സും ഡെയിലി നമുക്ക് സെലക്ട് ചെയ്ത് വെക്കാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് മാർക്കറ്റ് ഓപ്പൺ ആവുന്ന ടൈമിൽ നമുക്ക് ഈ ഒരു 5 സ്റ്റോക്ക് നമ്മൾ ഡേ ഹൈയും ഡേ ലോയും മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ ഈ ഒരു 5 സ്റ്റോക്കിനെ ട്രാക്ക് ചെയ്തുകൊണ്ട് തന്നെ അപ്പ് സൈഡിലേക്കോ ഡൗൺ സൈഡിലേക്കോ ഒരു ബ്രേക്ക് ഔട്ടോ അല്ലെങ്കിൽ ബ്രേക്ക് ഡൗണോ നടക്കുന്ന ടൈം നമുക്ക് ട്രേഡിൽ എൻട്രി എടുത്ത് നല്ലൊരു പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, വളരെ സിമ്പിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജി കൂടിയാണ് ഈ ഒരു NR7 കറണ്ട് ഡേ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവരും ഡിസിപ്ലിൻ ആയിട്ടും അതുപോലെ തന്നെ റിസ്ക് മാനേജ്മെന്റ് ചെയ്തുകൊണ്ട് ഈ ഒരു സ്ട്രാറ്റജി ഇംപ്ലിമെന്റ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ഹൈലി സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രോഫിറ്റബിൾ ട്രേഡർ ആകാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു സ്ട്രാറ്റജി യൂസ് ചെയ്തുകൊണ്ട് തന്നെ ഇൻട്രാഡേ ട്രേഡിംഗിൽ നിങ്ങൾക്ക് നല്ലൊരു സക്സസ്ഫുൾ ട്രേഡർ ആകാനായിട്ട് സാധിക്കും. ഡിസിപ്ലിൻ ആൻഡ് പേഷ്യൻസ് ഇത് രണ്ടും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ട്രേഡിംഗിൽ സക്സസ്ഫുൾ ആവാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ ഈ ഒരു സ്ട്രാറ്റജിയോടൊപ്പം തന്നെ നമ്മൾ റിസ്ക് മാനേജ്മെന്റും ട്രേഡിംഗ് സൈക്കോളജിയിലും ഫോക്കസ് ചെയ്താൽ മാത്രമേ നമുക്ക് ഏതൊരു ട്രേഡിംഗ് സ്റ്റൈൽ ആയാലും സക്സസ്ഫുൾ ആവാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ നമ്മൾ ഈ ഒരു സ്ട്രാറ്റജി പ്ലസ് റിസ്ക് മാനേജ്മെന്റ് പ്ലസ് ട്രേഡിംഗ് സൈക്കോളജി ഇതിലൂടെ നമുക്കൊരു സക്സസ്ഫുൾ ട്രേഡർ ആകാനായിട്ട് സാധിക്കും. ബിഗിനർ ട്രേഡേഴ്സിന് വളരെ നിസ്സാരമായിട്ട് പഠിച്ച് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ട്രാറ്റജിയാണ് നാരോ റേഞ്ച് ബ്രേക്ക്ഔട്ട് സ്ട്രാറ്റജി അഥവാ NR7. ഈ ഒരു സ്ട്രാറ്റജി യൂസ് ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾക്കും ഒരു പ്രോഫിറ്റബിൾ ട്രേഡർ ആകാനായിട്ട് സാധിക്കും. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി സദേൺ സ്റ്റോക്ക് അക്കാഡമിയുടെ യൂട്യൂബ് ചാനൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. അതുപോലെ തന്നെ ബെൽ ബട്ടണും എനേബിൾ ചെയ്യാനായിട്ട് മറക്കണ്ട.